നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബജറ്റിലെ ഇളവിൽ വലിയ ആശ്വാസം നേടിയിരിക്കുകയാണ് സ്വർണ്ണപ്രേമികൾ. ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പവന് 2000 രൂപയാണ് കുറഞ്ഞത്. ഇനിയും കുറയുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇന്ന് വിലയിൽ മാറ്റമില്ല. 22 കാരറ്റ് സ്വർണത്തിന്റെ വിലയാണിത്. അതേസമയം കേരളത്തിൽ പ്രചാരത്തിലുള്ള 18 കാരറ്റ് സ്വർണത്തിന്റെ വിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ആഭ്യന്തരമായ ഘടകങ്ങൾ മാത്രം പരിഗണിച്ചല്ല. ആഗോള വിപണി സാഹചര്യം, രാഷ്ട്രീയ കാര്യങ്ങൾ, ക്രൂഡ് ഓയിൽ വില, പലിശ നിരക്ക്, കറൻസി മൂല്യം തുടങ്ങി ഒന്നിലധികം ഘടകങ്ങൾ സ്വർണ്ണവിലയെ സ്വാധീനിക്കും. ഡോളർ നേരിയ തോതിൽ കരുത്താർജിച്ചിട്ടുണ്ട്. അതേസമയം ആഗോള വിപണിയിൽ സ്വർണ്ണവില ചാഞ്ചാടുകയാണ്. അറിയാം, കേരളത്തിലെ സ്വർണ്ണവില സംബന്ധിച്ച് 24, 22, 18 കാരറ്റ് സ്വർണ്ണമാണ് കേരളത്തിൽ പ്രചാരത്തിലുള്ളത്. 22 കാരറ്റ് വാങ്ങാനാണ് ഉപഭോക്താക്കൾ കൂടുതൽ. സ്വർണ്ണ വിപണിയിൽ ഉപഭോക്താക്കൾ പരിശോധിക്കുന്ന വിലയും 22 കാരറ്റിന്റേതായിരിക്കും. ഈ സ്വർണത്തിന് ഇന്ന് വിലമാറ്റമില്ല. ഇന്നലെ രാവിലെ 200 രൂപയും ഉച്ചയ്ക്ക് ശേഷം 2000 രൂപയും കുറഞ്ഞിരുന്നു. പവന് 51,960 രൂപ, ഗ്രാമിന് 6,495 രൂപ എന്നിങ്ങനെയാണ് വില. അതേസമയം ഇന്ന് കേരളത്തിൽ 18 കാരറ്റ് സ്വർണത്തിൽ വലിയ ഇടിവുണ്ടായി. ഗ്രാമിന് 210 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 5,395 രൂപയാണ് ഈ പരിശുദ്ധിയിലുള്ള സ്വർണത്തിന് ഇന്ന് നൽകേണ്ടത്. 22 കാരറ്റ് സ്വർണത്തിന് വില കുത്തനെ കൂടിയ വേളയിൽ കൂടുതൽ ഉപഭോക്താക്കൾ 18 കാരറ്റിലേക്കും തിരിഞ്ഞിരുന്നു. വ്യത്യസ്ത ഡിസൈനിലുള്ള ആഭരണങ്ങൾ 18 കാരറ്റിലുണ്ട് എന്നതാണ് ശ്രദ്ധേയം. മാത്രമല്ല, 22 കാരറ്റിനേക്കാൾ 1000-ലധികം രൂപയുടെ കുറവ് ഗ്രാമിൽ ഉണ്ടാകുകയും ചെയ്യും. കേരളത്തിൽ വെള്ളി വില ഗ്രാമിന് 3 രൂപ കുറഞ്ഞ് 92ലേക്ക് എത്തിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ സ്വർണ്ണവില ചാഞ്ചാടുകയാണ്. ഇന്നലെ ഔൺസിന് $2,410 വ്യാപാരം അവസാനിച്ചത്. ഇന്നും വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല. കയറ്റിറക്കം തുടരുകയാണ്. ഡോളറിന്റെ മൂല്യം കയറി വരുന്നത് ആഗോള വിപണിയിൽ സ്വർണ്ണവില കുറയാൻ വഴിയൊരുക്കുന്നതാണ്. ഡോളർ സൂചിക 104.48 എത്തിയിട്ടുണ്ട്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 83.71 നിരക്കിലാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് പ്രവാസികൾക്ക് നേട്ടമാണ്. അവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം ലഭിക്കും. ആഗോള വിപണിയിൽ എണ്ണവിലയിൽ വലിയ മുന്നേറ്റമില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ബ്രന്റ് ക്രൂഡ് ബാരലിന് $81.32 രാവിലെ രേഖപ്പെടുത്തുന്ന വില. മർബൺ ക്രൂഡ് $80 WTI ക്രൂഡ് $77 ഇടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റിൽ സ്വർണ്ണ ഇറക്കുമതി നികുതി കുറച്ചിരുന്നു. 15% നിന്ന് 6% കുറച്ചത്. GST നിരക്കിൽ മാറ്റം വന്നിട്ടില്ല. നേരത്തെ 18% നികുതിയിൽ സ്വർണം വാങ്ങിയിരുന്നവർക്ക് ഇപ്പോൾ 9% നിരക്കിൽ ലഭിക്കുമെന്ന് ചുരുക്കം. സ്വർണ്ണ വിപണിക്ക് ഉത്തേജനം നൽകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ഒരിടവേളയ്ക്ക് ശേഷം രാജ്യാന്തര വില വീണ്ടും ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം ഔൺസിന് $2,396 വരെ താഴ്ന്ന വില ഇന്നുള്ളത് $2,416. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിലെ ചലനങ്ങളാണ് രാജ്യാന്തര വിലയിൽ സ്വാധീനം ചെലുത്തുന്നത്. അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ വർഷം 2 തവണയായി അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ജൂൺ പാദ GDP വളർച്ചാ കണക്ക് നാളെ അറിയാം. വെള്ളിയാഴ്ച കഴിഞ്ഞ മാസത്തെ ഉപഭോക്തൃ ചെലവ് കണക്കുകളും പുറത്തുവരും. 2 കണക്കുകളും പണപ്പെരുപ്പത്തിന്റെ ദിശയെ സ്വാധീനിക്കുന്നവയാണ്. പണപ്പെരുപ്പം കുറയുന്നത് കണക്കിലെടുത്താണ് പലിശ ഭാരം സെപ്റ്റംബറോടെ കുറയ്ക്കാനുള്ള തത്വത്തിലുള്ള നിലപാടിലേക്ക് ഫെഡറൽ റിസർവ് എത്തിയിട്ടുള്ളത്. കണക്കുകൾ നിരാശപ്പെടുത്തിയാൽ പലിശ ഭാരം കുറയാനുള്ള കാത്തിരിപ്പ് വീണ്ടും നീളും.